ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ വേണമെന്ന AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ. തെറ്റായ പ്രവണതകൾ തിരുത്താനും കുറ്റക്കാരെ ശിക്ഷിക്കാനും ഉറപ്പായും തുടർ നടപടി വേണം. ഇല്ലെങ്കിൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി അധികൃതർ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന കളങ്കം ഈ സർക്കാരിന് പേറേണ്ടി വരുമെന്നും AIYF സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചു. ശ്രീത്താണ് വിവരങ്ങളുമായുള്ളത്. ശ്രീത്ത്, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തു നിന്ന് വരുന്ന ആദ്യ പ്രതികരണമായിട്ട് AIYFന്റെ പ്രതികരണത്തെ കാണണമോ? സ്മൃതി, AIYF നേരത്തെ തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രസ്ഥാനമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് AIYFന്റെ സംസ്ഥാന പ്രസിഡന്റായ N. അരുൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ്. സിനിമാ മേഖലയിലെ സങ്കീർണമായ പ്രശ്നങ്ങളും വിവേചനവും മനസ്സിലാക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 5 വർഷങ്ങളായി. സിനിമാ മേഖലയിലേക്കുള്ള മാഫിയകളുടെ കടന്നുകയറ്റവും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും സ്ത്രീകളോടുള്ള മോശമായ പ്രവൃത്തികളും സാംസ്കാരിക മേഖലയെ കളങ്കപ്പെടുത്തുകയും കേരളീയ സാമൂഹ്യ രംഗത്ത് വൻ വിപത്താകുകയും ചെയ്യുന്ന ഈ കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടത് ഏറെ അനിവാര്യമാണ് എന്നാണ് അരുൺ ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കർശനമായ നടപടി വേണം. സിനിമാ മേഖലയിലേക്ക് കടന്നുകൊണ്ടുള്ള ചില മാഫിയ സംഘങ്ങളും ഈ മേഖലയിൽ വിരാജിക്കുന്നവരുടെയും മറ്റും അഞ്ചരന്മാരുടെയും സ്വൈര്യവിഹാരകേന്ദ്രമായി ഈ മാറുന്നതിന്റെ ദുരന്തമാണ് കേരളത്തിൽ കാണുന്നത്. ബോളിവുഡ് സിനിമയെ അധോലോകം കൈയടക്കിയ സമാനമായ കാര്യങ്ങളാണ് കേരളത്തിലുമുള്ളത്. അതുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. ഇത് ഒരു രഹസ്യ അന്വേഷണമായിരുന്നില്ല. നൂറുകണക്കിന് വ്യക്തികളും മൊഴികളും തെളിവുകളും ശേഖരിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായ പ്രവണതകൾ തിരുത്താനും കുറ്റക്കാരെ ശിക്ഷിക്കുവാനും നടപടി വേണം. ഇല്ലെങ്കിൽ ആർക്കോ വേണ്ടി ഈ റിപ്പോർട്ട് പൂഴ്ത്തുന്ന ആക്ഷേപം ഈ സർക്കാരിന് പേരേണ്ടി വരുമെന്നാണ് അരുണിന്റെ മുന്നറിയിപ്പ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ വേണമെന്നാണ് AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെറ്റായ പ്രവണതകൾ തിരുത്താനും കുറ്റക്കാരെ ശിക്ഷിക്കാനും ഉറപ്പായും തുടർ നടപടി വേണം. ഇല്ലെങ്കിൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ അധികൃതർ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന കളങ്കം ഈ സർക്കാരിന് പേറേണ്ടി വരുമെന്നാണ് AIYFന്റെ ഓർമ്മപ്പെടുത്തൽ.